നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണോ മധുരക്കിഴങ്ങാണോ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചത് എന്നതിനെക്കുറിച്ചാണ്. ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങും ഇവ രണ്ടും താരതമ്യപ്പെടുത്തിയാൽ ഏതാവും നമ്മുടെ വയറിന് കൂടുതൽ ആരോഗ്യമുള്ളത്? മധുരക്കിഴങ്ങ് കൂടുതൽ നല്ലതായിരിക്കും എന്നാണ് നമ്മളിൽ പലരും കരുതുന്നത്. എന്നാൽ ശരിയായി പാചകം ചെയ്താൽ ഇവ രണ്ടും ഉദരാരോഗ്യം മെച്ചപ്പെടുത്തും. നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ മധുരക്കിഴങ്ങ് ഉദരാരോഗ്യത്തിന് ഏറെ നല്ലതാണ്. ബവൽ മൂവ്മെന്റ് കൃത്യമാക്കാനും ഉദരത്തിലെ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കും മധുരക്കിഴങ്ങ് ഗുണം ചെയ്യും. ബീറ്റാ കരോട്ടിനും ആന്റി ഓക്സിഡന്റുകളും മധുരക്കിഴങ്ങിൽ ധാരാളമുണ്ട്. കോശങ്ങളുടെ നാശം തടയാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. നാരുകളെ കൂടാതെ മധുരക്കിഴങ്ങിലും ഉരുളക്കിഴങ്ങിലും റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഉണ്ട്. ഇത് ഒരിനം അന്നജമാണ്. ഇത് ചെറുകുടലിൽ വച്ച് ദഹിക്കാതെ വൻകുടലിലെത്തുകയും നല്ല സൂക്ഷ്മാണുക്കൾക്ക് ഭക്ഷണമാവുകയും ചെയ്യും. ഉരുളക്കിഴങ്ങിലെ നാരുകളും റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചും പ്രീബയോട്ടിക്കുകളായി പ്രവർത്തിക്കുന്നു. ഇവ ഉദരത്തിലെ നല്ല ബാക്ടീരിയകൾക്ക് ഭക്ഷണമാവുകയും ഇവയെ ബ്യൂട്ടിറേറ്റ് പോലുള്ള ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകളായി ഫെർമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സംയുക്തങ്ങൾ ഉദരപാളികളെ ശക്തിപ്പെടുത്തുകയും ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് വൻകുടലിലെ അർബുദ സാധ്യതയും കുറയ്ക്കുന്നു. ഈ ഫെർമെൻറ്റേഷൻ അഥവാ പുളിപ്പിക്കൽ പ്രക്രിയ ബൈഫിഡോബാക്ടീരിയം, ഫീസ്ലി ബാക്ടീരിയം, ആക്കർമനാസിയ തുടങ്ങിയ നല്ല ഇനം ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് സഹായിക്കും. ഇതുവഴി ദഹനം മെച്ചപ്പെടുത്തുകയും രോഗപ്രതിരോധന ശേഷി വർദ്ധിപ്പിക്കുകയും മെറ്റബോളിക് ഹെൽത്ത് മെച്ചപ്പെടുത്തുകയും ചെയ്യും. മധുരക്കിഴങ്ങ് പോഷക കലവറയാണെങ്കിലും അവ എങ്ങനെ പാകം ചെയ്യുന്നു എന്നതിലാണ് കാര്യം. പാചകം ചെയ്യുമ്പോൾ ബീറ്റാ കരോട്ടിൻ്റെ അളവ് കുറയും. ബേക്ക് ചെയ്യുന്നതിനേക്കാൾ ബീറ്റാ കരോട്ടിൻ നിലനിർത്താൻ മധുരക്കിഴങ്ങ് തിളപ്പിക്കുന്നതാണ് നല്ലത്. തിളപ്പിച്ച മധുരക്കിഴങ്ങ് കൂടുതൽ മൃദുലവും ദഹിക്കാൻ എളുപ്പവുമാണ്. ദഹനപ്രശ്നമുള്ളവർക്ക് പോലും ഉദരാരോഗ്യം മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും. ഉരുളക്കിഴങ്ങിൽ പൊട്ടാസ്യം ധാരാളമുണ്ട്. ഊർജ്ജമേകാനും പേശികളുടെ പ്രവർത്തനത്തിനും ഇത് സഹായിക്കും. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വറക്കുമ്പോഴും വളരെ കൂടിയ താപനിലയിൽ ബേക്ക് ചെയ്യുമ്പോഴും പ്രധാനപ്പെട്ട മൈക്രോ ന്യൂട്രിയൻറ്റുകളെല്ലാം നഷ്ടപ്പെടും. കൂടാതെ നാച്ചുറൽ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ഡൈജസ്റ്റബിൾ സ്റ്റാർച്ചായി മാറുകയും ചെയ്യും. തിളപ്പിച്ചതോ കുറച്ച് വേവിച്ചതോ ആയ ഉരുളക്കിഴങ്ങ് ആണ് ദഹനത്തിന് നല്ലത്. എണ്ണയിൽ വറുത്ത ഉരുളക്കിഴങ്ങ് നല്ലതല്ല. ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങും ആരോഗ്യകരവും ദഹനത്തിന് സഹായിക്കുന്നതുമാണ്. അവയുടെ പാചക രീതിയിലാണ് ശ്രദ്ധ വേണ്ടത്. തിളപ്പിക്കുന്നതും ബേക്ക് ചെയ്യുന്നതുമാണ് ആരോഗ്യകരം. തിളപ്പിച്ച മധുരക്കിഴങ്ങും വേവിച്ച ഉരുളക്കിഴങ്ങും ഉദരാരോഗ്യം മെച്ചപ്പെടുത്തുകയും ഉദരത്തിലെ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും.